കേട്ടിയോടത്ത് സൊറ പറയാം. നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി എത്ര പേര് കേട്ടിയുടെ സൊറ പറച്ചിൽ കേൾക്കാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു, ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ എന്തെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു എപ്പിസോഡായി മാറുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അതിനൊരു കാരണം എന്താ വെച്ചാൽ, നമ്മുടെയൊക്കെ ഫാമിലിയിൽ പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന പെൺകുട്ടികളുണ്ടാവും. പക്ഷേ കല്യാണപ്രായം ആവുന്നതോടുകൂടി അവരെ കെട്ടിച്ച് വിടുകയാണ്. കെട്ടിച്ച് വിട്ടതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്, അവരുടെ കുട്ടികൾക്കും ഭർത്താവിനും വേണ്ടി അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെപ്പോലെ തന്നെയാണ് അവരും. അവരുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് അവർ ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത്. അങ്ങനെ 21 വർഷം ജീവിച്ച് തീർത്ത ഒരാൾ, ആ ആൾ പിന്നീട് ഒരു വലിയൊരു ജേണി നടത്തി. ആ ജേണിയാണ് ഇന്ന് നമ്മൾ ഇവിടെ കെട്ടിയോടത്ത് സൊറവറയിലൂടെ കേൾക്കാൻ പോകുന്നത്. നമുക്ക് കൂടുതലായിട്ട് ആളെ കൊണ്ട് തന്നെ സംസാരിപ്പിച്ച് തുടങ്ങാം. എൻ്റെ പേര് റബീബ, എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം സ്വദേശിയാണ്. വെള്ളയങ്കര വീട്ടിൽ മുസ്തഫയുടെ ആദ്യത്തെ മോളാണ് ഞാൻ. 21 വർഷം വീട്ടിലിരുന്നൊരു വീട്ടമ്മയാണ്. അതിനുശേഷം ഒരു പഠനത്തിലോട്ട് ഇറങ്ങിയൊരു ജേണിയാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ കുളപ്പുറമിലോട്ടാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. 3 മക്കളാണ്. ഹസ്ബൻഡ് സൗദിയിൽ റിയാദിലാണ്. പിന്നെ വലുത് മോള് BSc ഒപ്റ്റോമെട്രി ഇൻറ്റേൺഷിപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോന് അവൻ്റെ ജേണിയാണ്, അവൻ്റെ ഒരു 10ാം ക്ലാസ്സിലൊരു മാറ്റമാണ് ഇനിയും കൂടി ഒന്ന് മാറ്റിയത്. അവന് ഇപ്പോൾ BTechന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറനാട് നോളജ് സിറ്റിയിൽ. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. പിന്നെ മൂന്നാമത്തത് മോന്, അവന് MESKT സ്കൂളിൽ 6ാം ക്ലാസ് സ്റ്റുഡൻ്റാണ്. ഇന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും അൽഹംദുലില്ലാ, അങ്ങനെയുള്ളൂ ഞാൻ പറയാം. പിന്നെ വിഷമങ്ങളും കാര്യങ്ങളും ഇല്ലെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനാണ് വരും. പക്ഷേ ബാലൻസ് ചെയ്തു പോവാനും റബ്ബുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് നല്ലോണം ഒന്ന് ബിൽഡ് ചെയ്തെടുക്കാനും ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ട് എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ പറയല്ലോ, ആദ്യത്തെ ഈമാനും ഇപ്പോഴത്തെ ഈമാനും വെച്ച് കണ്ടൊന്ന് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഒന്നും കൂടി റബ്ബിനോട്ടുള്ള കണക്ഷൻ ഒന്ന് കൂടി വരിക ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ തവക്കുലിനൊക്കെ എൻ്റെ ലൈഫിൽ നല്ല സ്ഥാനമാണ്. കാരണം എന്താ വെച്ചാൽ, റബ്ബിൽ ഭരമേൽപ്പിച്ചാൽ അവിടെ എനിക്ക് സംശയം വരില്ല. പിന്നെ അവിടെ അതുകൊണ്ട് ഞാൻ ഹാപ്പി ആവുക ചെയ്യുക. അങ്ങനെ ഒരു നല്ലൊരു മാറ്റം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പഠിക്കണമെന്നുള്ള ആഗ്രഹം എങ്ങനെയാണ് ഉണ്ടായത്? ഇതിലോട്ട് എത്തിപ്പെടാനുള്ള കാരണം എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, റബീനക്ക് പഠിക്കാൻ കഴിയുമല്ലോ, ഒന്ന് ശ്രമിച്ചൂടെ എന്നുള്ളത്. പക്ഷേ ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് വേണ്ട, വെറുതെ ശ്രമിക്കുകയാണ്, തോറ്റു പോകുമോ. കാരണം അന്നത്തെ ആ ചിന്താഗതി എന്ന് പറഞ്ഞാൽ വാട്ട് അതേഴ്സ് തിങ്ക്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ അവളിങ്ങനെ വല്ലാതെ ഫോഴ്സ് ചെയ്തപ്പോൾ അങ്ങനെയാണ് +1 ഇക്വാലൻസിക്ക് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വെറും സൺഡേ മാത്രമേ ഉണ്ടാവുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വീട്ടുകാരും അല്ലാതെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൽ അറിയും, ഇവിടെ വീട്ടിൽ മാത്രം അറിയും, വേറെ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കസിന് കണ്ടു. അപ്പോൾ ഇവിടുന്ന് പോരിനൊന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് പോരുകയാണ്. അപ്പോൾ എന്താ പഠിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈക്വലൻസിക്ക് പഠിക്കുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഒരു ജോബ് വേണമെന്ന് തോന്നി. അങ്ങനെ ആ ജോബ് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ബേസിക് കോഴ്സ്, കമ്പ്യൂട്ടർ ബേസിക് കോഴ്സിന് അഡ്മിഷൻ എടുത്തു. അങ്ങനെ അത് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടി. 3 മാസത്തെ കോഴ്സായിരുന്നു. പക്ഷേ 2 മാസം 10 ദിവസം കൊണ്ട് തന്നെ പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റ് നേടി. മാഷ് പറഞ്ഞു CV കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് +1 റിസൾട്ട് വന്നു. അതുവരെ എനിക്കറിയില്ലായിരുന്നു പഠിക്കാൻ പറ്റുമോ ഇല്ലേ, ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് റിസൾട്ട് വന്നപ്പോൾ പേടിച്ചിരുന്നൊരു സബ്ജക്റ്റ്, നമ്മൾ ഇവിടെ കോട്ടപ്പള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെല്ലാം പഠിച്ചത് ഓറിയൻ്റൽ സ്കൂളല്ലാണ്. അവിടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അറബിക് സെക്കൻഡ്, ഖുർആൻ, ഹദീസ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും മലയാളം സെക്കൻഡൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വാക്കുകൾ കട്ടിയുള്ള വാക്കുകളായിരുന്നു, അതിൻ്റെ മീനിങ് ഒന്നും അറിയില്ല. അങ്ങനെ ആ സബ്ജക്റ്റ് എനിക്കൊരു പ്രയാസമായിരുന്നു, വിശദീകരിച്ച് എഴുതുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഞാനത് പഠിച്ചു. അതേപോലെ ഇംഗ്ലീഷും കുറച്ച് പ്രയാസം തോന്നിയിരുന്നു. ആ സമയത്ത് ഇംഗ്ലീഷും അങ്ങനെ ഞാൻ പഠിച്ചു വെച്ചിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പേടിച്ചിരുന്ന വിഷയത്തിന് മലയാളത്തിൽ 100ൽ 100,
ഇംഗ്ലീഷിന് 184. ആ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞു എന്നെക്കൊണ്ട് പഠിക്കാൻ കഴിയുമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് റിയലൈസ് ചെയ്തത്. വീട്ടുകാരും സീരിയസ് ആക്കി എടുത്തത് ആ സമയത്ത് തന്നെയാണ്. ആ സമയത്ത് ബ്രദേഴ്സൊക്കെ പറഞ്ഞു, ഇനി ജോലിക്കൊന്നും പോകണ്ട, പഠിച്ചോ, സപ്പോർട്ട് ചെയ്തോളാം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ സെക്കൻഡ് ഇയർ +2 നടന്നുകൊണ്ടിരിക്കണ ആ സമയത്ത് എക്സാമൊക്കെ കഴിഞ്ഞു. +2 എക്സാമും കഴിഞ്ഞു. പിന്നെ എനിക്ക് തോന്നി ഇനിയൊരു ജോബ് വേണമെന്നുള്ളത്. അതായത് അന്ന് 5,000 എങ്കിലും കിട്ടിയാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ബേസിക് കോഴ്സ് പഠിച്ചത്. അങ്ങനെ ആ സമയത്ത് പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി ഒരു ഏണിങ് കിട്ടുന്ന ഒരു ജോലി വേണമെന്ന് തോന്നിയിട്ട് അക്കൗണ്ടിങ് പഠിച്ചു, ടാലി പ്രൊഫഷണൽ. അത് +2 കഴിഞ്ഞ ഉടനെ തന്നെയാണ്. പക്ഷെ ആ സമയത്താണ് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നെക്കൊണ്ട് വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത്, പഠിക്കണം എന്നുള്ളത്, ബുക്സ് മാറ്റി വെച്ചിട്ട് ഇനി എന്നെക്കൊണ്ട് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ അക്കൗണ്ടിങ്ങിന് അഡ്മിഷൻ എടുത്തു പെരിന്തൽമണ്ണ. അവിടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നടന്നു. ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് 2 മാസവും കുറഞ്ഞ ദിവസം കൊണ്ട് ഞാൻ അത് പൂർത്തിയാക്കി. അങ്ങനെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അത് പൂർത്തിയാക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടി. മോൾക്ക് ആ സമയത്ത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ജോബ് എടുത്ത് കാണണം എന്നുള്ളത്. അപ്പോൾ അവൾ CV അയച്ചു. മാഷും പറഞ്ഞു CV അയക്ക് റബീബ പറഞ്ഞു. CV അയച്ചു. അവരും പല സ്ഥലത്തേക്ക് കൊടുത്തു. CV കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ മോളോട് പറഞ്ഞത്, ഈ കൊടുത്തൊക്കെ റിജക്റ്റ് ചെയ്തേക്ക് കാരണം. അപ്പോൾ എന്തും വെച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവിടെ മാഷക്കും ഞാൻ വിളിച്ച് പറഞ്ഞു, സർ കൊടുത്ത അടുത്തെല്ലാം റിജക്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ എന്തിനാ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഈ ഏജിലും ഇങ്ങനെ പഠിച്ചെടുത്തിട്ട് ഇനി എന്തുകൊണ്ടാണ് ഈ ജോബ് ചെയ്യാത്തത്. അവർക്ക് ചെറിയൊരു വിഷമം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം. 10 മണി മുതൽ 4 മണി വരെ ഒരു സിസ്റ്റത്തിന് മുമ്പിൽ ഞാൻ ഇരിക്കണം. അവിടെ ഇരിക്കേണ്ട ആളല്ല ഞാൻ. അവിടെ ഒതുങ്ങില്ല, ഒരിക്കലും ഞാൻ അവിടെ ഒതുങ്ങില്ല. എനിക്ക് ഇനിയും പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ റിജക്റ്റ് ചെയ്തു. ആ സമയത്ത് +2ൻ്റെ റിസൾട്ടൊക്കെ വന്നു. 84% മാർക്കോട് കൂടി പാസ്സായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിഗ്രി ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. ആ സമയത്ത് മോന് അതിലിടയ്ക്കൊരു ജേണി പറയാനുണ്ട്. കാരണം എന്താ വിചാരിച്ചാൽ ഞാൻ ഈ +1 പഠിക്കാൻ ഇറങ്ങുമ്പോൾ ആ സമയത്ത് ഇവിടെ ഈ മോന് 10ാം ക്ലാസ്സിലായിരുന്നു. അതിലിടയ്ക്ക് കൊറോണൻ്റെ ആ ടൈം വന്ന് പോയ കാലമായിരുന്നു. നല്ല പഠിക്കണ കുട്ടിയായിരുന്നു ഇവന്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വന്ന് പിന്നെ ലോക്ക്ഡായല്ലോ. അപ്പോൾ സ്കൂളിലൊന്നും പോകുന്നൊന്നുമില്ല, ബുക്സുമായിട്ട് കുട്ടിക്ക് യാതൊരു കണക്ഷനുമില്ല, അറിയുന്നത് പോലും കുട്ടി മറന്നു. പിന്നെ 9ാം ക്ലാസ് ലാസ്റ്റ് ആയപ്പോഴാണ് ഓഫ്ലൈനായിട്ട് പിന്നെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് പോകൽ തുടങ്ങിയത്. അപ്പോഴും കുട്ടിക്ക് പ്രയാസമുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിലെത്തിയ ആ സമയത്താണ് ഇവന് മാർക്സും കാര്യങ്ങളൊക്കെ കുറവായിട്ട് കണ്ടത്. ഫസ്റ്റ് ടേം എക്സാം ഞാൻ സൈൻ ചെയ്യാൻ പോയപ്പോൾ മാർക്സൊക്കെ നല്ല കുറവാണ്. ഒരു എയോ A+ ഒന്നുമില്ല. അപ്പോൾ അവിടെ എനിക്ക് Cയും Dയും ഒക്കെ ആയിരുന്നു. അതെനിക്ക് നല്ല സങ്കടമായി. ആ സമയത്ത് ഞാൻ ആ കോമ്പൗണ്ട് വിട്ടത് ശരിക്കും കണ്ണിൽ വെള്ളം നിറച്ചാണ്. ഇനി പഠിക്കാൻ കഴിയാത്ത ഒരു കുട്ടിയാണ് എങ്കിൽ ഒരിക്കലും ഞാനിതിന് എനിക്ക് വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതങ്ങനെ പൊയ്ക്കോട്ടെ, അവന് പഠിക്കാൻ കഴിയാത്തതാണ് എനിക്കറിയാം, അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ റിയലൈസ് ചെയ്തത് ഇവന് പഠിക്കാൻ കഴിയുമല്ലോ, ഇവനക്ക് സ്കില്ലുണ്ടല്ലോ. ആ സമയത്താണ് ഞാൻ +1 ഞാൻ പറഞ്ഞല്ലോ അഡ്മിഷനൊക്കെ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ബുക്സുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിക്കല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കണ ആ സമയത്ത് എനിക്ക് എൻ്റെ സമയം കൃത്യതയിൽ ഞാൻ ഇറങ്ങി വന്നത് എങ്ങനെ വിചാരിച്ചാൽ ഇവന് 10ാം ക്ലാസ്സിലെ ഈ സമയത്താണ് 21 വർഷത്തിന് ശേഷം ഞാനൊരു പഠനത്തിലോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. ആ സമയവും ഇവൻ്റെ 10ാം ക്ലാസ്സും ഒരുമിച്ചായി. അതാണ് ലൈഫിലെ ഏറ്റവും വലിയ പോയിൻ്റ് ആയത്. ആ സമയത്ത് ഞാൻ ബുക്ക് എടുക്കുമ്പോൾ കുട്ടിയും ബുക്ക് എടുക്കും, ഞാൻ എഴുതുകയാണെങ്കിൽ കുട്ടി എഴുതും. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇനി ഞാനൊന്ന് മാറിയാൽ കുട്ടീനെയല്ല മാറ്റേണ്ടത്, രക്ഷിതാവെന്ന ഞാനാണ് മാറേണ്ടത്. ഞാനൊന്ന് മാറിയാൽ ഇവനൊന്നും കൂടി മാറുന്നില്ലത്. അപ്പോൾ ആ സമയത്ത് ഇവനോട്ടുള്ള പെരുമാറ്റം ഞാനൊന്ന് സോഫ്റ്റാക്കി. അതായത് ദേഷ്യപ്പെട്ട് പറയാതെ കരയാതെ ഇവനെ ഒരു ചെറിയ കുട്ടിയായിട്ട് ഞാൻ കണ്ടു. ആ മാറ്റം ഇവന്
റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ ഇടുമല്ലോ, ഏത് ക്ലാസ്സസിലായാലും ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അങ്ങനെ ഒരു ചാർട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ടാവും എല്ലാ ക്ലാസ് റൂമിലും. ഇവൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ എക്സാമിന് ഞാൻ ഒക്കെ കഴിഞ്ഞിട്ട് സൈൻ ചെയ്യാൻ ചെന്നപ്പോൾ, പാരൻസ് മീറ്റിങ്ങിന് സൈൻ ചെയ്യാൻ ചെന്നപ്പോൾ ലാസ്റ്റിൽ നിന്നും 4ാമത്തതാണ് ഇവൻ്റെ റാങ്ക്. സെക്കൻഡ് ടേമിന് ഞാൻ സൈൻ ചെയ്യാൻ പോയപ്പോൾ ഇത് സെൻട്രലോട്ടെത്തി. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടെ ടീച്ചേഴ്സും മറ്റുള്ള പാരൻസും ഒക്കെ ചോദിച്ചറിഞ്ഞു എങ്ങനെ ഇത് മാറിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടി മാറിയിട്ടില്ല, എൻ്റെ സ്വഭാവത്തിൽ ഞാനൊന്ന് മാറ്റം വരുത്തിയതാണ്, അവനോട്ടുള്ള ബിഹേവിയറിൽ ഒന്ന് മാറ്റം വരുത്തിയതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ 2 വയസ്സായ കുട്ടിയെ കാണുന്ന പോലെ ഒന്ന് കണ്ടു. കാരണം അവൻ്റെ ജേണി നല്ല രസമായിരുന്നു ആ സമയത്ത്. അത് ഏത് മക്കളെ ജേണി അങ്ങനെ തന്നെയാണ്, പക്ഷേ നമ്മൾ രക്ഷിതാക്കൾ മറന്നു പോവുകയാണ് എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാൻ ഈ കുട്ടിയോട് ഒന്നും കൂടി സോഫ്റ്റായി പെരുമാറി. ശരിക്കും പറഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട അവസരം വന്നിട്ടുണ്ട്, പിന്നെ കരയേണ്ട അവസരം വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ അവിടെ സ്റ്റോപ്പാക്കി നിർത്തി. കാരണം അവൻ്റെ റിസൾട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ, ഗ്രാഫ് ഉയരുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. ശരിക്കും ഞാൻ ആ സമയത്ത് എന്തെങ്കിലും അവനോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ ഗ്രാഫ് നേരെ താഴോട്ട് പോരും. അതെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവന് അന്ന് കൂടുതൽ കേട്ടിരുന്ന സെൻറ്റൻസ് എന്ന് വെച്ചാൽ നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ട് കഴിയും ഇങ്ങനെ തന്നെ പറഞ്ഞു. അവന് പിന്നെ മാർക്സ് കൂടി കണ്ടപ്പോൾ അവനൊരു ഹരായി, പഠിത്തൊരു ഹരായി. അങ്ങനെ വീട്ടിലൊരു പഠിത്തത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടായി. അവിടെ പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് സപ്പോർട്ട് കിട്ടി, പിന്നെ വീട്ടിൽ നിന്നും സപ്പോർട്ട്, പ്രശ്നമില്ലാത്ത രീതിക്ക് അങ്ങനെ പോയി കണ്ടു. അങ്ങനെ സെക്കൻഡ് ടേമിനും പിന്നെ ഗ്രാഫ് കുറച്ച് ഉയർന്നു എന്നല്ലാതെ A++ ഒന്നും കണ്ടില്ല. അങ്ങനെ മെയ് 17-ാം തീയതി അവൻ്റെ റിസൾട്ട് അറിയാണ്. ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയാൻ കാരണം മെയ് 18-ാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് 21 വർഷത്തിന് ശേഷം ഒരു പബ്ലിക് എക്സാം എഴുതാൻ പോകുന്നത്. ഇവൻ്റെ റിസൾട്ട് അറിയുന്നതിൻ്റെ പിറ്റേ ദിവസം അന്ന് മലയാളമായിരുന്നു, എൻ്റെ കയ്യിൽ ബുക്സായിരുന്നു. ആ സമയത്ത് എൻ്റെ സ്വഭാവം മാറിയല്ലോ. അപ്പോൾ ഈ കുട്ടികളിലും ആ മാറ്റം അങ്ങോട്ട് വന്നു. അവരും എന്നോട് സോഫ്റ്റായിട്ട് പെരുമാറൽ തുടങ്ങി, പിന്നെ ഒരു ഫ്രണ്ട്സ് രൂപത്തിൽ പോവൽ തുടങ്ങി. പിന്നെ ആ വീട്ടിൽ ആർക്കാണോ എക്സാം ഉള്ളത് അവർ സ്റ്റുഡൻറ്റ്, ആർക്കാണോ എക്സാം ഇല്ലാത്തത് അവർ പാരൻറ്റ്, അങ്ങനെ ഒരു സിസ്റ്റമായി അവിടെ വന്നു. ഇത് ഞാൻ ഫോഴ്സ്ഫുള്ളി ചെയ്തതല്ല, അവരെന്നെ ഏറ്റെടുത്തതാണ്. ഇവൻ എന്നോട് പറഞ്ഞിരുന്നത് ഉമ്മച്ചി എൻ്റെ എക്സാമിൻ്റെ സമയത്ത് അവന് ഒന്നുമില്ലാതെ ഇരിക്കല്ല ആ സമയത്ത്, ഉമ്മച്ചി ഇനി ഒന്നും ചെയ്യണ്ട, ഞാനെല്ലാം ചെയ്തോളാം, ഉമ്മച്ചി ഇനി ഒന്നും ചെയ്യണ്ട, ഉമ്മച്ചി പഠിച്ചോ. അതായത് ഞാൻ എന്തോ അങ്ങോട്ട് കൊടുത്തത് അത് തിരിച്ചിങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തു. അങ്ങനെ ഉമ്മച്ചി പഠിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് മെയ് 17-ാം തീയതി റിസൾട്ട് അറിഞ്ഞു. അതുവരെ ഞാൻ കണ്ടത് പിന്നെ സെക്കൻഡ് ടൈമിന് B+, അങ്ങനെയൊക്കെ ഒന്ന് കണ്ടിരുന്ന ആ സ്ഥാനത്ത്, C, D കണ്ടിരുന്ന സ്ഥാനത്ത് മെയ് 17-ാം തീയതി അതുവരെ കണ്ടിരുന്നൊരു ഉമ്മ പിന്നെ റിസൾട്ട് കാണുന്നത് A+കളുടെയും Aകളുടെയും ലിസ്റ്റ് മാത്രമാണ് കണ്ടത്. അവിടെ Bക്ക് സ്ഥാനമല്ല, Cക്ക് സ്ഥാനമല്ല, Dക്ക് സ്ഥാനമല്ല. അതൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷനായി ഞങ്ങളുടെ ജീവിതത്തിൽ. അവിടുന്നാണ് ശരിക്ക് ഇത് പറ്റുമെന്നുള്ളത് മനസ്സിലായത്. എന്നെക്കൊണ്ട് പറ്റും, ഞാൻ മാറിയാൽ മക്കളും മാറുന്നില്ലത് അവിടെയാണ് ഞാൻ റിയലൈസ് ചെയ്തത്. പിന്നീട് ഈ ഒരു കാലഘട്ടം പഠിക്കാനുള്ള താല്പര്യം, കുട്ടികളെ പഠിപ്പിക്കുന്ന ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ജോബിലേക്ക്, മോട്ടിവേഷൻ ആയിട്ടുള്ള കോച്ചിങ് ഫീൽഡിലേക്ക് എങ്ങനെയാണ് വന്നത്? +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് എടുക്കണം, ഡിഗ്രി ഒന്നും ഞാൻ ആലോചിക്കണേ ഇല്ല എന്നാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്ത് കാക്കുന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ, കാക്കുനോട് അങ്ങനെ പറഞ്ഞപ്പോൾ കാക്കുന്നോട് ചോദിച്ചു കുട്ടിക്ക് ഏതാ താല്പര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് MCA ആകാൻ താല്പര്യമുണ്ട്, BCA പഠിക്കാൻ താല്പര്യമുണ്ട്. കാരണം ആ സമയത്ത് അക്കൗണ്ടിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, സിസ്റ്റത്തിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ ഒന്നും കൂടി അങ്ങനെ ഇഷ്ടമായി വന്നു. അപ്പോൾ എനിക്ക് അത് പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, MCA ആകണം, MCA എടുക്കണം എന്നുള്ളതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാക്കുനോട് ഇങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എന്നോട് കാക്കു പറഞ്ഞു അതെടുത്തിട്ടൊന്നും അവിടെ ഒന്നും ഇരിക്കൂല, അതൊന്നും പഠിക്കൂല. എന്നാൽ പിന്നെ എനിക്ക് പറ്റിയൊരു കോഴ്സ് പറഞ്ഞിരുന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നല്ല സംസാരിക്കണ ഒരു കുട്ടിയാണ്, നിന്നിൽ സ്കില്ലുണ്ട്, നിനക്ക് പറ്റിയൊരു കോഴ്സ് ഞാൻ പറഞ്ഞുതരാം, BSc സൈക്കോളജിയോ BA സൈക്കോളജിയോ എടുക്ക്, എന്നിട്ട് MSc സൈക്കോളജി എടുക്ക്, ക്ലിനിക്കലായിട്ട് ഇരിക്ക്, മോൾക്ക് പറ്റണത് അതാണെന്ന് പറഞ്ഞു.
ആ സമയത്താണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തത്. എന്നോട് പറഞ്ഞു അക്കാദമിക്കായിട്ട് മാത്രം ഒന്ന് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ നിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു കാക്കു. അങ്ങനെയാണ് ഞാൻ ഈ ട്രെയിനിങ്ങിലോട്ട് കടന്നത്. അതുവരെ എനിക്കറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ഒരു കോച്ചിങ് ഫീൽഡ് ഉണ്ട്, ഇങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ നമ്പർ തന്നു, അങ്ങനെ അതിൽ അഡ്മിഷൻ എടുത്തു. ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടാവും, വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരിൽ നിന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു എതിർപ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഞാൻ 40ാമത്തെ വയസ്സിലാണ്. ഈ പഠനത്തിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ പുറത്തുനിന്ന് കേട്ടൊരു ചോദ്യം, ഈ പ്രായത്താണ് പഠിക്കാൻ ഇറങ്ങണത്, മക്കളൊക്കെ വലുതായില്ലേ, ഇനി എന്താ പഠിച്ചിട്ട് ഇനി പഠിച്ചിട്ട് എന്ത് നേടാനാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുറമെയുള്ള സാഹചര്യമല്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. പുറമെയുള്ള സാഹചര്യമല്ല നമ്മൾ ശരിയാക്കേണ്ടത്. നമുക്കകത്ത് നമ്മൾ അത്രയും നമ്മൾ ഇൻറ്റൻഷനോട് കൂടി, അതായത് ഇൻറ്റൻഷൻ പ്യുവർ ആകണം. ഇൻറ്റൻഷനോട് കൂടി നമ്മളൊരു കാര്യത്തിന് തീവ്രമായിട്ട് ആഗ്രഹിച്ച് അത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ റബ്ബ് നമ്മളെ കൂടെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ റബ്ബുമായിട്ടുള്ള കണക്ഷനും ശരിയാവും. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുക. അതുകൊണ്ട് പുറമെല്ല സാഹചര്യം നമുക്ക് നോക്കേണ്ട ആവശ്യമല്ല, അതൊക്കെ പിന്നെ പോസിറ്റീവായി വരും. പക്ഷേ നമ്മൾ അകത്തെ സാഹചര്യം ആദ്യം കറക്റ്റ് ചെയ്യണമെന്ന് മാത്രം. പിന്നീട് ആദ്യമായിട്ട് ഒരു ട്രെയിനിങ് സെക്ഷനിൽ എന്നാണ് പോയത്? എവിടെയായിരുന്നു? അലനല്ലൂർ ഗവൺമെൻറ് സ്കൂളിൽ ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഒരു മാസം തന്നെ 2 പ്രാവശ്യം പാരൻറ്റിങ് വെബിനാർ എടുക്കാൻ വിളിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ചേഞ്ചായിരുന്നു. ആ ഹാളിൽ ഇരുന്നിട്ട് പിറ്റേത്തെ കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനറായി. ഞാൻ ഇരുന്ന സ്റ്റുഡൻ്റായിരുന്ന ആ ഹാളിൽ വെച്ച് തന്നെ ഒരുപാട് ഉമ്മമാരെ വെച്ച് ഒരു പാരൻറ്റിങ് വെബിനാർ നടത്താനുള്ള ഒരു അവസരം പടച്ചോൻ എനിക്ക് തന്നു. ഈ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നല്ല രസകരമായിട്ടുള്ളതും അതേപോലെ തന്നെ എപ്പോഴും ഓർത്തിരിക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു ടീച്ചർ, നല്ലൊരു സ്കൂളിലാണ്, ഏത് സ്കൂളാണെന്ന് ഞാൻ വ്യക്തമാക്കി പറയുന്നില്ല. ഒരു ടീച്ചർ എൻ്റെ മുമ്പിൽ നിന്ന് ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞു. എൻ്റെ മുമ്പിൽ നിന്ന് എണീറ്റ് നിന്ന് നല്ല കരച്ചിൽ. അപ്പോൾ സംഭവം എന്താ വിചാരിച്ചാൽ അവർ പറയുന്നത് ഇതാണ്, അവരുടെ 2 മക്കളാണ്, 2 മക്കളും ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കണേ. പക്ഷേ ഈ ടീച്ചർ പറഞ്ഞാൽ ആ കുട്ടികൾ കേൾക്കില്ല. ഈ ടീച്ചർക്ക് ഈ കുട്ടികളോട്, സ്വന്തം കുട്ടികളോട് എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ടീച്ചേഴ്സിനോട് പറയണം, എന്നാലേ ഈ കുട്ടികൾ കേൾക്കുള്ളൂ. അപ്പോൾ ഈ ടീച്ചർ പറഞ്ഞു, എനിക്ക് തെറ്റ് പറ്റിയത് എവിടെയെന്നുള്ളത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കിട്ടിയ പാരൻറ്റിങ് ശരിയല്ലായിരുന്നു. അങ്ങനെ അവരുടെ ഫീഡ്ബാക്കൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു രക്ഷിതാവ് വന്ന് എന്നെക്കാളും ഹൈറ്റ് ഉണ്ട്, എൻ്റെ തോളിൽ തലവെച്ചാണ് കരഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മക്കൾ ഇവിടെ പഠിക്കണത് തീരെ പഠിക്കൂല, അതായത് ടീച്ചേഴ്സ് ഇങ്ങനെ പരാതി പറയും, പഠിക്കില്ല എന്ന് പറഞ്ഞ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കുട്ടി എന്താ പഠിക്കാത്ത കാരണം എന്നുള്ളത് എനിക്ക് നിങ്ങളെ സംസാരത്തിൽ നിന്ന് കിട്ടിയായിരുന്നു. പിന്നെ ലാസ്റ്റ് പോകാൻ നിന്നപ്പോൾ ഒരു ഉമ്മ ഇങ്ങനെ തടുത്ത് നിർത്തി, ഇനി മോളി ഞാനൊന്ന് പറയട്ടെ, ഇങ്ങോട്ട് പോകാൻ ഞാൻ എന്നെ വിടൂലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ അവരൊരു ഗ്രാൻഡ്മയാണ്, പിന്നെ മോളുടെ കൂടെ ഇനി മരുമോളുടെ കൂടെ പോന്നിട്ടുള്ളത് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇത്രയും കാലമായിട്ട് കേട്ട സ്പീച്ചിനെക്കാട്ടിലും സംസാരത്തെക്കാട്ടിലും എൻ്റെ ക്ലാസ് എനിക്ക് നല്ല ഇഷ്ടമായി, ഇനി എൻ്റെ ക്ലാസ് എവിടെ ഉണ്ടെങ്കിലും ഞാൻ വരും എന്ന് പറഞ്ഞു. അതൊരു നല്ലൊരു മാറ്റമായിരുന്നു. നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു മോട്ടിവേഷൻ? കൊടുക്കുന്ന ഒരു മെസ്സേജസ് ഉണ്ട്. സാധാരണ നമ്മൾ പറയലോ, കുട്ടികൾ മൊബൈൽ അങ്ങനെ പാടില്ല, അങ്ങനെ എടുത്തേക്കണം. പക്ഷേ ഞങ്ങളിവിടെ കൊടുക്കുന്നത് അങ്ങനെയല്ല. അതായത് 3 തലമുറ കണക്ട് ചെയ്ത് ഞങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ എന്നെ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ഉമ്മ എങ്ങനെയായിരുന്നു, എങ്ങനെ എന്നോട് ബിഹേവ് ചെയ്തത്, അങ്ങനെയാണ് പറയുക. പിന്നെ ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് പറയും. അത് എൻ്റെ അടുത്ത ജനറേഷനിലോട്ട്, എൻ്റെ മക്കളിലോട്ട് എങ്ങനെയാണ് ഇത് എത്തിപ്പെടണേ എന്നുള്ളതും പറയും. അതുകൊണ്ട് ശരിക്കും നമ്മൾ ഒരു സെഷനൊക്കെ കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് അവിടെ വിഷമം ഉണ്ടാകുക. ഞങ്ങൾ കൊടുക്കുന്ന ഒരു ക്ലാസ്സിന് അവിടുന്ന് ഇറങ്ങിപ്പോയി ഒരു ഹാപ്പിനെസ്സാണ് ഉണ്ടാവുക. അതിന് കാരണം ഇവർക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് മനസ്സിലാകും. ഇവരുടെ കുറ്റം കൊണ്ടല്ല ഇത്,
അതായത് തലമുറ കൈമാറി വരുന്നതാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ. ഇതിങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ആയിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. 12 വർഷമായിട്ട് ഈ കുട്ടി പഠനം നിർത്തിയിട്ട് കുട്ടിക്ക് കല്യാണം കഴിഞ്ഞ് പിന്നെ ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുട്ടിക്കൊരു ഡിപ്രഷനായിരുന്നു അത്രേ. അതായത് എന്നെ കൊണ്ട് ഇനി പഠിക്കാൻ കഴിയണില്ലല്ലോ, ജോബ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ മെസ്സേജ് ചെന്നപ്പോൾ, എൻ്റെ ഈ വോയിസ് റെക്കോർഡ് വിട്ടുകൊടുത്തപ്പോൾ ആൾ പഠനത്തിലോട്ട് ഇറങ്ങി. ഇപ്പോൾ ജോബ് ചെയ്യുന്നുണ്ട്, പിന്നെ പഠിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വിചാരിച്ചാൽ വളരെ സന്തോഷമാണ്. ഞാൻ 2 വർഷത്തിനിടെ 9 സർട്ടിഫിക്കറ്റ് ഞാൻ നേടി. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്ക് അച്ചീവ്മെൻറ്റ് ഒരുപാട് പേര് എന്നെ കണ്ടിട്ട് പഠനത്തിലോട്ട് ഇറങ്ങിയിട്ടും ജോബ് നേടിയിട്ടും അത് ഞാനിങ്ങനെ കേൾക്കുകയാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ വരുന്ന കേസുകൾ എന്തൊക്കെയാണ്? എൻ്റെ അടുത്തേക്ക് കൂടുതൽ അധികം വരുന്ന കേസസ് പലവിധ കേസസും വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വരുന്നത് എങ്ങനെ വിചാരിച്ചാൽ 90% എങ്ങനെ വിചാരിച്ചാൽ അറ്റാച്ച്മെൻറ്റിലൂടെ വരുന്നത്, കണക്ഷനിലൂടെ അല്ല. രണ്ടിൻ്റെയും മീനിങ് ഒന്നല്ലേ, ബന്ധം എന്നുള്ളതല്ലേ, പക്ഷെ അത് വേറെയാണ്. ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ വൂണ്ടിൽ നിന്നും ഇൻസെക്യൂരിറ്റിയിൽ നിന്നും ഉണ്ടാകുന്നതാണ് അറ്റാച്ച്മെൻറ്റ്. ആ സമയത്ത് കുട്ടികളോട്, അതായത് ഇപ്പോൾ എൻ്റെ ഉള്ളിലൊരു സ്കില്ലുണ്ട്, എനിക്കിതൊന്ന് എന്താ പറയുക ഡെവലപ്പാക്കാനും പോലല്ല, അതൊക്കെ വെച്ചിട്ട് ഞാൻ ഈ മക്കളോട് ചൂടാവേ ചെയ്യുള്ളൂ. എന്താണ് സംഭവിച്ചത് വിചാരിച്ചാൽ ഇമോഷണൽ വൂണ്ടിൽ നിന്നും ഇൻസെക്യൂരിറ്റിയിൽ നിന്നുമാണ് ഈ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നത്. ഈ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ക്ലയൻസിനൊക്കെ ഇത് മാറ്റിയിട്ട് കണക്ഷൻ കൊടുക്കും. മ്യൂച്വലി കണക്ഷൻ ആയാൽ അവിടെ ഹീലിംഗ് സംഭവിക്കും. അതായത് ഒരാളെ ഹീല് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്തത് പാരൻറ്റും ഒരു കുട്ടിയും വന്നത്, ഞാനൊരു ഫീഡ്ബാക്ക് ഞാൻ സെൻഡ് ചെയ്ത് തന്നിരുന്നു. അപ്പോൾ അതിൽ അമ്മ ടീച്ചറാണ്, പക്ഷെ ഇവർക്ക് സ്കില്ലുണ്ട്. അപ്പോൾ ഞാൻ അവരെ പാഷനിലോട്ട് അവരെ പറഞ്ഞേക്കാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ കുട്ടിയെ ഞാൻ ഒരിക്കലും മാറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന കേസസ് ഒക്കെ പറയും. ഫസ്റ്റിൽ ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇതാണ്, അതായത് ഒരാളെ ഞാൻ മാറ്റിയിട്ടില്ല, എന്നെക്കൊണ്ട് ഒരാളെ മാറ്റാൻ കഴിയില്ല, ഒരാളെ മാറ്റിയിട്ടില്ല, അത് ആരെക്കൊണ്ടും കഴിയില്ല. പക്ഷേ നമ്മൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വിനയം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തൊരു കാര്യമുണ്ട്. ഈ ദീൻ ഇത്രയും സിമ്പിളായി നിൽക്കാൻ കാരണം ഇസ്ലാമിൻ്റെ സിംപ്ലിസിറ്റിയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ലളിതാണ്, വിനയാണ്. റസൂൽ കാണിച്ചു തന്നത് കൂടുതലും ദീനിക്കാൾ വരാൻ കാരണം റസൂലിൻ്റെ വിനയം കണ്ടിട്ടാണ്. അതുകൊണ്ടുള്ള ആൾക്കാർക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക. ഒരു ചേഞ്ച് അല്ല വേണ്ടത്, ഒരു പരിവർത്തനമാണ് അവിടെ വേണ്ടത്. അപ്പോൾ കൂടുതലും വരുന്നത് എൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാ കേസും നല്ല വിജയം ഉണ്ടായി പോകാൻ കാരണം ഈ അറ്റാച്ച്മെൻറ്റ് വിട്ട് ഈ കണക്ഷനിലോട്ട് ഈ വിടുന്ന കാരണമാണ്. അവിടെ രൂപപ്പെടും ഒരു വ്യക്തി, അവിടെ അങ്ങനെയൊന്ന് രൂപപ്പെടുമ്പോൾ ഇപ്പോൾ ഒരു അമ്മയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവരെ ഞാൻ പറഞ്ഞല്ലോ, അവരെ സ്വപ്നങ്ങളിലോട്ട് സ്വപ്നം കാണാൻ പഠിക്കുക. അതിന് മടി വേണ്ട, പേടി വേണ്ട. ഈ 2 കാര്യം അവിടെ മാറ്റി നിർത്തുക. എന്നിട്ട് സ്വപ്നം കണ്ടിട്ട് നമ്മളെ പാഷനിലോട്ട് നമ്മൾ ഇറങ്ങുക. അവിടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ കുട്ടികൾ ഫ്രീ ആകും. അവിടെ അറ്റാച്ച്മെൻറ്റ് വിടും. അവിടെ ഓൾറെഡി കണക്ഷനാവും. വി ആർ ഫ്രണ്ട്സ്. ഞാനും മക്കളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലും ഞാൻ എവിടെയും പറയുന്ന ഒരു മെസ്സേജാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ മക്കളാണ്, എൻ്റെ മോളാണ്, എൻ്റെ മോനാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കണ മോനാണ്. ശരിക്കൊന്ന് പൊട്ടി കരയണമെന്നുണ്ടെങ്കിലും പൊട്ടിച്ചിരിക്കണം എന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ മുമ്പിലാണ് ഞാൻ ചെയ്യൽ. കാരണം അങ്ങനെയായി വന്നു. ഇപ്പോൾ ഞാൻ മക്കൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിലും, അതായത് വിളിച്ച് ഈ എവിടെ എത്തി, പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ ഈ എവിടെ എത്തി, പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ ഈ എവിടെ എത്തി, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതാണ് അറ്റാച്ച്മെൻറ്റ്. അതൊരു പേടിയാണ്, അതൊരു ഇൻസെക്യൂരിറ്റി എന്ന് വരുന്നതാണ്. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് മക്കളിലില്ല. അങ്ങനെ നമ്മൾ അവിടെ മക്കളും ഫ്രീ ആകും. ഫ്രീഡം കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അവിടെ മക്കളും ഫ്രീ ആകും, പാരൻസും ഫ്രീ ആകും. ഇലാഹിയ കോളേജിൽ അഡ്മിഷൻ ഏകദേശം ശരിയായി സെറ്റ് ചെയ്ത ഒരാളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കണ എൻ്റെ മോന്. പക്ഷേ എനിക്ക് ഇഷ്ടമായിരുന്നു അവിടെ അഡ്മിഷൻ എടുക്കണം. മോൻക്ക് ഒട്ടും താല്പര്യമില്ല വീട് വിട്ട് പോവാൻ. കാരണം ഞങ്ങൾ അത്രയും കണക്ഷനായി വന്നിട്ടുണ്ട് ആ സമയത്ത്.
ഇനി ഒന്ന് കുറച്ച് നേരം വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വിളിക്കണം എന്നുണ്ടെങ്കിലും എനിക്കറിയാം മോൻ ഈ സമയത്ത് മോൾ ഈ സമയത്ത് കറക്റ്റിനെത്തും, ആ കറക്റ്റിന് അവിടെ എത്തും. നമ്മൾ എത്രത്തോളം മക്കളെ അറ്റാച്ച്മെൻറ്റിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നോ അത്രത്തോളം മക്കൾ ഫ്രീഡം കിട്ടാനും ഫ്രീ ആകാനും നോക്കുക. എത്രത്തോളം നമ്മൾ കണക്ഷനിലോട്ടും അങ്ങനെയാണോ മക്കളോട്ടുള്ള ബിഹേവിയർ പോകുന്നോ അത്രത്തോളം നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കാൻ നോക്കണമെങ്കിലും കൂടിയിട്ട് മക്കൾ നമ്മളോട് ഇങ്ങോട്ട് അടുത്തടുത്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ ഒരു വ്യക്തി അവളുടെ പാഷനിലോട്ട് പോകുമ്പോൾ ഇവർക്ക് കുറച്ച് ടൈം ഇതിലോട്ട് നോക്കാനുള്ളതായി, അവനവൻ്റെ കാര്യത്തിലോട്ട് തിരിയാനുള്ളതായി. ആ സമയത്ത് ഒന്ന് സ്റ്റെപ്പ് എടുത്ത് വെച്ച പോലെ ഒന്ന് ഫീൽ ചെയ്യും. ആ സമയത്ത് മക്കളൊന്ന് ഫ്രീ ആകും, അതായത് കണക്ഷനിലോട്ട് വരും. അവിടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരും. മക്കൾ പഠിപ്പിക്കും ഇവരെ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യുക, എങ്ങനെ പഠിക്കുക, എങ്ങനെ പോവുക, ഏത് സമയത്ത് പോവുക. പിന്നെ നമ്മളെ പാരൻസ് മക്കളായി തീരും. അങ്ങനെ ശരിക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവല്. ഇപ്പോൾ ക്ലാസ് പോയി എടുക്കുന്നതിനേക്കായി ഉപരി ഓൺലൈൻ സംവിധാനങ്ങൾ ശരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗ്രൂപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അതിലുള്ള അനുഭവങ്ങൾ?